ആസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഒത്തിരിയേറെ മക്കളാണ് പ്രാർത്ഥനാപൂർവം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഒത്തിരിയേറെ മക്കളാണ് ആഗ്രഹിച്ച് കാത്തിരുന്ന് തങ്ങളുടെ കണ്ണുനീർ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹത്തോടുകൂടി ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കുന്നത്. നമ്മളെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദിവസം അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള തിരുവചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ ദൈവപിതാവ് തന്നെ പ്രദാനം ചെയ്യുവാനും അത് കേൾക്കുന്ന നമുക്ക് മാനസാന്തരത്തിൻ്റെ വലിയ ഫലമുളകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ എല്ലാം ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ ഇതുപോലുള്ള ആരാധനാ സമയം ദൈവമാതാവ് അൾത്താരയിൽ പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ യോഗ്യതകളേക്കാൾ അപ്പുറത്ത് പരിശുദ്ധ അമ്മ ആ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തുന്ന വലിയ വലിയ സാക്ഷ്യങ്ങളാണ് അനുദിനം നമ്മൾ ശ്രവിക്കുന്നത്. ആ സാക്ഷിഗണത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കൃപ ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും അങ്ങയുടെ ശക്തി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കണമേ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, സ്റ്റുഡിയോയിലായിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, വിവിധ സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ അൾത്താരയിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദിവികാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഉച്ചത്തിൽ ആഗ്രഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ധ്യാനത്തിന്റെ ആരാധനയിൽ ഉടനീളം ഈശോയെ നിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന, കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന സാക്ഷികളാക്കി മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എഴുന്നേറ്റ് കൈകളടിച്ചുകൊണ്ട് പാടും. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ പിതാവേ സ്നേഹരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവനായേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവനായേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ശക്തിയോടെ ആരാധിക്കുന്നു, കൈകൾ വീശി ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ പിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിക്ക് സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം 3 തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മുടെ സാധാരണ ലെവലിൽ വിശ്വാസം ഒരു തരത്തിലാണ് മനുഷ്യർ പൊതുവെ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണത്? പ്രാർത്ഥനയായിട്ട്. ഉടമ്പടിയിൽ വരുമ്പോൾ വിശ്വാസം 3 തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്: പ്രാർത്ഥന, പ്രയോഗം, പിന്നെ പ്രഖ്യാപനം. പ്രയോഗത്തിന് ബൈബിളിൽ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട്. വളരെ സൈലൻ്റായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കായ രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. അവളൊരു അക്ഷരം, ഹീസ് നോട്ട് അട്ടറിങ് എ സിംഗിൾ വേർഡ്, ഒരക്ഷരം പറയണില്ല. പക്ഷേ വിശ്വാസം അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ആക്ഷനിൽ, പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട്, ഉള്ളിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 8:48 വായിച്ചേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 8:48. ലൂക്ക 8:48. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. അപ്പോൾ അവളെ രക്ഷിച്ചത് എന്താണ്? അവളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ട് ആളിനെ. പക്ഷേ ഹീസ് നോട്ട് പ്രേയിങ്, ഒന്നും ചെയ്യണില്ല, ആൾ പ്രാർത്ഥിക്കണില്ല. പിന്നെ അവൾ എന്താണ് ചെയ്തത്? വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അത് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. മത്തായി 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. മത്തായി 9:21 പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ വിചാരിച്ചിരിക്കുകയാണ്, പുറത്ത് പറയുന്നില്ല, ശബ്ദമില്ല. അതിനെ ഒരു വിചാരം മാത്രമായി, വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളത് പ്രകടിപ്പിക്കണ കാണാം. 8:46 എടുത്ത് ലൂക്കാ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ 8:46. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത്? ശക്തി. അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം? ആരോ എന്നെ സ്പർശിച്ചു. ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം. ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം, ശരീരത്തെ സ്പർശിക്കാം, ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം. ഇത് എല്ലാം ഇതിൻ്റെതായിട്ടുള്ള. ഇപ്പോൾ ഒരു വിധവ ചെല്ലിക്കാശിട്ടില്ലേ, ആ ഒരു വിധവ ശ്രീഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കണ സമയത്തൊരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ
ഒരു ചില്ലി തൊട്ടിട്ട് അപ്പോഴേ ഈശോ എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? എല്ലാവരെയും കൂടുതലായി അവളെ നിക്ഷേപിച്ചിരിക്കുന്നു. ലൂക്ക 21 2-3 തിരുവചനങ്ങൾ. ലൂക്ക 21:2-3. ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ആ വിധവ ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല. പിന്നെ എവിടെയാണ് സ്പർശിക്കുന്നത്? ഹൃദയത്തെ, മനസ്സിനെ സ്പർശിക്കുക. നമ്മുടെ ചില പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിനെ. അതെപ്പോഴും അറിയണം. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം. നല്ല സൂപ്പർ സാക്ഷിയാണ്. എല്ലാ സാക്ഷ്യങ്ങളും സൂപ്പറാണ്. ചില സാക്ഷ്യത്തിന് ചില പെക്കൂലിയർ ഫീച്ചേഴ്സ് ഉണ്ടാവും. അഖിൽ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കൻ വിസ റിജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ കോൾ ഫോർ ചെയ്യണത്, ഒരു ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യണത് 6 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവന് ഇമെയിൽ വരും വിസ ഇൻ്റർവ്യൂവിന്. അത്രയും സ്പീഡാണ്. ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ടൈം ഷോർട്ടനിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ കിട്ടുന്നതിന് നിയമപരമായിട്ട് നിങ്ങൾക്കറിയാം, റിജക്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും തലേ കൈ വെച്ചുകൊണ്ട് നടക്കേ ഉള്ളൂ. കാര്യം ഒരിക്കലും അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടൺ ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളെ അവരാ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി. അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ്? അഖിൽ ജോസഫിന് മനസ്സിലായ ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത. അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം. ഫയല് അമ്മയെ ഏൽപ്പിക്കുന്നത് തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ആ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാതെ പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോട്ടിന് സമയച്ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാൾ അങ്ങോട്ട് വിളിക്കും ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും. പിന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതായത് അമ്മ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട്, അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. അത് ശരി, നിങ്ങൾ വിചാരിക്കുക സ്വാഭാവികമായിട്ട് വിളിച്ചായിരിക്കും. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഈ പൊട്ടൻ മനുഷ്യർക്ക് സംഭവിക്കണത്. അതിൽ നിങ്ങൾ പെട്ടെന്ന് കോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒന്ന് നോട്ട് ബൈ മിനിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത്. 2 ടൈം ഷോർട്ടറിങ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് ബൈൻഡിങ് ഉണ്ടാവും, പിന്നെ അങ്ങനെ 4 ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റാണെന്ന്, ഉടമ്പടിയുടെ ഇഫക്റ്റാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണത്? നോട്ട് ബൈ മെറിറ്റ്, അതായത് നമ്മുടെ യോഗ്യതയില്ല, പക്ഷേ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു. പിന്നെ എന്താ? ടൈം ഷോർട്ടനിങ്, നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയച്ചുരുക്കം പ്രാപിക്കും. അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ഈ ലൈനിൽ നിൽക്കണം, നമ്മളല്ല. നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്ന്. ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങാനില്ല. നമുക്ക് ഉടമ്പടിന് ശേഷം നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് പണ്ട് ഒരു 6 മാസം കൂടുമ്പോൾ 2-3 സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴ് ആഴ്ചയിൽ ഒരു ദിവസം 1-2 വെച്ച് എല്ലാ ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നി എന്നാ സഞ്ചാരി മാതാവ് നിങ്ങൾക്കറിയാമല്ലോ. അത് നമ്മളെ കൃപാസനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ്?
വാഗ്ദാന പേടകമാണ്. നമ്മൾ ലുത്തീനിയയിലുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പക്ഷേ ലോകത്തിലോടത്തിൽ വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ്, വടച്ചുരുക്കി. ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമോ മറ്റോ ഉണ്ട്. അത് ഈ രീതിയിലല്ല, ഇല്ലെന്ന് തന്നെ പറയാം. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ്. അങ്ങനെയാണ് മനസ്സിലായത് കൃപാസനത്തിൽ അമ്മ വെളിവാകപ്പെട്ടിരിക്കുന്നത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ്. വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി, അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 15:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. That's okay. നിങ്ങളൊന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ വാഗ്ദാന പേടകത്തിന്റെ മെക്കാനിസം അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിന്റെ വചനം അവൻ പറയണത് പോലെ ചെയ്യണം. പക്ഷെ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കുന്നത്, എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം. ഞാനിപ്പോഴേ ഇവിടെ അല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കും. കാരണം യൂത്തിനെ അവർ ഇപ്പോൾ IELTS, MOH, ഹാദ്, PSC, UPSC ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനെയായാലും 10-30 കുട്ടികൾ ഒരു ദിവസം ഉടമ്പടി അച്ഛനെ കാണാൻ വരും. അപ്പം ഞാൻ അവർ ബൾക്കായിട്ട് അവരോട് സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും. കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റണ ഒരു അബദ്ധം അതാണ്. ദൈവം നമുക്ക് കൃപ തരാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഓട്ടക്കുടത്തിൽ നമ്മൾ വെള്ളം കുരത്തില്ലേ, ഓട്ടക്കുടത്തിൽ വെള്ളം. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ, ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറയും ഈ പാത്രം മാറ്റാൻ പറയും ഇല്ലേ. അതുപോലെ കൃപ നിങ്ങൾക്ക് തരുന്നുമ്പോൾ തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം, ദൈവം പാത്രം തന്നെയാണ് വിളിക്കണത്. ദൈവം നമ്മുടെ വ്യക്തിയെ, ആത്മാവിനെ, നമ്മുടെ നേച്ചറിനെ നമുക്കറിയാം. കൃപ എന്താണ്? ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. നമ്മുടെ പ്രകൃതിയിലാണ്. നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ്. നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും. സുവിശേഷ വിഹിതമായിട്ട് നമ്മൾക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല. പഴയ ആളായിട്ട് നിങ്ങൾ പഴയിരിക്കുക. ഇപ്പോൾ പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ലൈംഗിക സൂക്ഷ്മതക്കുറവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേച്ചർ പഴയ നേച്ചർ തന്നെ, ലോകാരൂപിയുടെ നേച്ചർ, ജഡത്വമാണ്. ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ. ഞങ്ങൾ നിങ്ങളോട് മദ്യപാനം ഉപേക്ഷിക്കണമെന്നൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി. ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ, 100 മേനിക്ക് അയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും. കാര്യം ഗ്രേസ് ബിൽട്ടപ്പോൾ നേച്ചറാണ്. നേച്ചർ എന്ന് വെച്ചാൽ കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത്. പ്രകൃതിയോ വാട്ട് ഈസ് നേച്ചർ? ദാറ്റ് ഈസ് ഹാബിറ്റ്സ്. ഒരു നേച്ചറിൻ്റെ ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സാണ് നേച്ചറായിട്ട് വരുന്നത്. നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ.
വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ ഹാബിറ്റ്സ് എന്ന് പറയും. അത് മോശം ശീലങ്ങളാണെങ്കിൽ ദുശ്ശീലങ്ങളാണെന്ന് പറയും. ഇപ്പം ദുശ്ശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ്. ഇപ്പം എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ്. റെക്കർ ചെയ്യുന്ന, ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ്? നിങ്ങൾക്ക് ഇത് റെക്കർ ചെയ്യുന്ന, വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം കൃപ ആർജിക്കാൻ ആവശ്യമായ ഒരു നേച്ചറ് പ്രകൃതി എന്നിൽ സംജാതമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങ് പരുവപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ, ഉടനടി പരിഹാരമേകും അവർ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഇത് ലീക്കേജാണ്. അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ, ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ്. ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ, അപ്പം അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ അവരോട് ഞാൻ പറയും, മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം. വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ. അത് ഇൻ്റലിജൻ്റ്, ബുദ്ധിപരമായ ഒരു വിനിമയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അതിന് ഈ വൈകാരികമായ ഒരു വിനിമയമല്ല, ബുദ്ധിപരമാണത്. ഞാൻ അപ്പം മക്കളോട് പറയും, ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലക്റ്റായിട്ട് ഇൻ്റലിജൻ്റായിട്ട് ഇടപെടണം. എന്താ കാര്യം? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു IELTS, MOH, അതൊക്കെ പഴയ, അല്ലെങ്കിൽ PSC എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ്. ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലേ? പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട്, ഒക്കെ ശരി. നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ ശരി. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്താണ് ദൈവത്തിന് അറിയാവുന്നത്? നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരുമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ഇതാണ് പ്രശ്നം. ഇൻ്റലിജൻ്റ് എന്ന് പറയാം. ഫെയ്ത്ത് ഇൻ്റലിജൻ്റായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ലീക്കേജാണ്. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട്. അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ്, തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. തനി സ്വഭാവം, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തനി സ്വഭാവം, കണ്ടത്തടിക്ക് മുണ്ടത്തടി, അപ്പൻ്റെ അടുത്ത്, നിങ്ങൾക്കറിയാമില്ല, നമ്മൾ നാട്ടുകാരുടെ കടത്തിലൊന്നും കയറണ്ട, അവർ ഇങ്ങനെ പെടരി ഞൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അറിയാൽ മതി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ദാറ്റ് ഈസ് യു. സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത്, അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത്, അതാണ് നിങ്ങൾ. അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്തും ചെയ്യാനോ. ദാറ്റ് ഈസ് നിങ്ങൾ. അതാണ് ഇപ്പോൾ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും, അമ്മയെ ക്ഷമിക്കും. കാര്യം നിങ്ങളെ പെറ്റ് വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ. മനസ്സിലായില്ലേ? 15-14 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:14. യോഹന്നാൻ 15:14. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ചെയ്യുന്നെങ്കിൽ. ഉടമ്പടിയാണ് സംഭവം. ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം അവിടെ ഇരുന്നുകൊണ്ട് 3000 പ്രാവശ്യം ചെല്ലിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പൊ എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ്. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റാറ്റസ് അതാണ്. ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ്. അതാണ് എൻ്റെ സ്റ്റാറ്റസ്. നിങ്ങളുടെ ജീവിതം എന്താ? നിങ്ങളുടെ ദൈവവിളി, കുടുംബജീവിതം, അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ അതാണ് 15:7. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആശുള്ളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട വാക്യതാണ് ഈ വചനത്തിൽ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും. ഇവിടെയാണ് വിഷയം. ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയണത്. ദൈവം എന്താ നോക്കണത്? ഈ വസ്തു വിൽക്കണ വരെ മാത്രമേ ഇവള് ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ വെള്ളവടി മാറണ വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ. അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല. നിങ്ങളകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അതായത് ഇൻ്റലിജൻ്റ് ആയിരിക്കണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? കർത്താവേ, ഈ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും. കൈയിടിച്ച് കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ്? കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക, അല്ലേ? കർത്താവിൻ്റെ മനസ്സിനെ അതായത് രക്തസ്രാവക്കാര രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെ എന്താണ്? പ്രയോഗം കൊണ്ടാണ്. അവളെന്താ പ്രയോഗിച്ചത്? അവള് പിന്നിലൂടെ വന്ന്, നമുക്കറിയാമല്ലോ, ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. ദൈവത്തിന് മുമ്പും പുറകൊന്നുമില്ല. ദൈവം മനസ്സിലായില്ലേ? പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൾ ശബ്ദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്ത് ചെയ്ത്? ഉള്ളിൽ മത്തായി 9:21 പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ്.
ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്ഥം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യും. സാക്ഷ്യത്തിലെ സ്റ്റെഫിയാണ്, സ്റ്റെഫി തൃശ്ശൂര്. അവരുടെ വിഷയം, അവർ പ്രഗ്നൻ്റായി. അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, ഗർഭസ്ഥ ശിശുവിൻ്റെ കുട്ടിയുടെ തലയിലും മുഴ. അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ്? ഇതിനെ എടുത്ത് കളയുക, വേറെ മാർഗമൊന്നുമില്ല. ഇനി ജനിച്ചാൽ തന്നെ അത് വല്ല ബുദ്ധിമാന്യമോ ഉള്ള വൈകാല്യമുള്ള കൊച്ചാവും. കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട്, അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ എന്താ, കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ, പിന്നെ തലയിൽ മുഴ. അപ്പോൾ അത് ചാപിള്ളയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല. അപ്പോൾ എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോകണില്ല. നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും, അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലായി, പെട്ടെന്ന് PDC ആയി, പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പോണ കേൾക്കാം. ഓൾ പ്രൊമോഷനല്ല, ശരിക്കും. അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം, അതാണ് നമ്മുടെ ഇവിടെ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറയണത് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ ബേസിസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു കഴിവാണ് ശരിക്കും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തിൽ നിങ്ങൾ അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിനെ ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഫെയ്ത്ത് അപ്ഗ്രേഡേഷൻ സംഭവിക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് 0 ഫെയ്ത്തായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല, ബുദ്ധിയുടെ ഫോർമാറ്റിൽ കൈകാര്യം ചെയ്താലും 0 ഫെയ്ത്താണ് റിസൾട്ട്. അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പോൾ സ്റ്റെഫി, ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത്? ഡോക്ടർ ഇൻ്റലക്ച്വൽ ഫോർമാറ്റാണ് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായിട്ട്. അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത്. കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല, ഇറ്റ് ഈസ് ബെറ്റർ ടു അബോർട്ട്. ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു റിസ്ക്കും അവരെടുക്കത്തില്ല. കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ രാഷ്ട്രത്തിന് 2-3 പ്രശ്നങ്ങളാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർ കൊച്ചിനെ ചുമന്നുണ്ടാക്കേണ്ടി വരികയില്ലേ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ടെർമിനേറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ആരോടാ പറഞ്ഞിരിക്കണത്? ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവർ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ്. ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തിയും ജ്ഞാനവുമാണ് ദൈവം. ഇപ്പം ഈശോയുടെ വചനം തന്നെ കേൾക്കാമല്ല. ഇപ്പം 1 Corinthians 1:24 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പം ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ദൈവത്തിൽ നമുക്ക് 2 കാര്യം കിട്ടും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തിൻ്റെ ആശയ പരിസരം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം, ആദ്യം എന്ത് ചെയ്യണം? ടേബിൾ വരക്കണം, അല്ലേ? അതിൻ്റെ അപ്പോൾ വീടാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം, അല്ലേ?
അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പം ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് മാറ്റർ ഫില്ല് ചെയ്യണത്. അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും. ഇപ്പം ആദ്യം സിദ്ധാന്തം, പിന്നെ പ്രയോഗം. അതാണ് ജ്ഞാനവും ശക്തിയും. ശക്തിയാണ് പ്രയോഗം വരണത്. ദൈവം പവറായതുകൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും. അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തല ഉപയോഗിക്കുന്നത്. ഉടമ്പടി തല നമ്മൾ ഉപയോഗിക്കത്തില്ലേ? ഉടമ്പടി തല ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണത്? അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാത്തിനും. കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമനയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂവിക്കുത്തി ഉയർന്നു വന്നിരുന്നു, ഇറ്റലിയെ വിഴുങ്ങണ പോലെ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ അരമനയിൽ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു. ഇത് 1983-84 ഇത് സംഭവിക്കുന്നത്. ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു തുറവ് കിട്ടി. എന്താ കാര്യം? ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ്. ലോക ചരിത്രത്തിലെ ഈശോ മാത്രമേ സമുദ്രത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളത്. ഈ അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. ചിലരത് ജോൺ പോൾ മാർപ്പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുന്ന ആളാണ്, പൂർണ്ണ തോതിൽ. പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവർക്ക് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ആശീർവാദം ജനങ്ങളെ ആശീർവദിക്കാൻ, അല്ലാതെ ഓരോരുത്തരെ ആശീർവദിച്ച് പുട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല. ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, പൊതു നന്മ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസ് 12:7. 1 കൊരിന്തോസ് 12:7. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണെന്നല്ല, മനസ്സിലായില്ലേ? പൊതു നന്മ. അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷിപ്പനി വന്നു, ആ ഒരു പക്ഷികൾ അല്ലെങ്കിൽ കടലിൽ തന്നെ സൂക്ഷ്മജീവികൾ, നമുക്കറിയാമല്ലോ, പ്ലാന്റൻസ് പോലുള്ള സൂക്ഷ്മജീവികളില്ലേ, അത് സമുദ്രം കലങ്ങി അതിന് വിഷാംശം കെമിക്കൽ കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാങ്ടൻസ് എല്ലാം മരിച്ചു. സൂക്ഷ്മജീവികളാണ്, ഏകകോശ ജീവികളെ പോലെയുള്ള ആൽഗ പോലുള്ള ടൈപ്പ് സംഭവം സൂക്ഷ്മജീവികൾ നമുക്ക് കടലിൽ കാണാം. നിങ്ങൾക്ക് അതിങ്ങനെ 10,000 കൂടുമ്പോൾ ഒരു പച്ച പത പോലെ ഇങ്ങനെ കടലിൽ കാണും. നമ്മുടെ കടലിലും ഉണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് അങ്ങനെ ഈ പ്ലാങ്ടൻസ് എങ്ങാനും സമുദ്രത്തിൻ്റെ രാസവ്യത്യാസം വന്ന് അപ്രത്യക്ഷമായാൽ ജീവജാലങ്ങളും നമ്മളും മരിക്കും ഉറപ്പായിട്ട്. അത്രയും ഇൻ്റർകണക്റ്റഡാണ് സംഭവം. പൊതു നന്മയെന്ന് പറയുമ്പോഴേ എവിടം വരെ ചെല്ലുന്നുണ്ടെന്ന് അറിയാമോ? ഈ പ്ലാന്റൻസ് പോലും, സമുദ്രം പോലും
നന്മയ്ക്ക് വേണ്ടി ആശീർവദിക്കണം. പണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 10 കൊല്ലം അടുപ്പിച്ച് ഞാൻ 900 തൊട്ട് 901 തൊട്ട് 990 തൊട്ട് 2000 വരെ കടൽ ആശീർവദിക്കാൻ പോകുമായിരുന്നു. കടലിൽ വള്ളമെടുത്ത് കടൽ ആശീർവദിക്കാൻ പോകും. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂക്ഷ്മജീവികളെ കഴിച്ച് കഴിയുന്ന കുഞ്ഞു മീനുകളുണ്ട്. ആ കുഞ്ഞു മീനുകൾ കഴിക്കുന്ന നെത്തോലിയുണ്ട്. നെത്തോലിയെ കഴിച്ച് ചെമ്മീൻ കഴിക്കുന്ന മറ്റ് ചാള, അയില പോലുള്ള അയിലയെ കഴിക്കുന്ന തിമിംഗലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചത്തുപോകും. പ്ലവൻ ചത്താൽ എല്ലാം ചത്തുപോകും. അതാണ് നമ്മൾ നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോഴേ ഇതെല്ലാം എപ്പോഴും ആശീർവദിക്കുകയും ജീവജാലങ്ങളിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും ഉണ്ടാകുന്ന ഇതുപോലെ പ്രകൃതി നാശത്തിനെതിരെ, ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾക്കും എതിരെ, അതിനുണ്ടാകുന്ന പലതരം വേസ്റ്റേജുകൾ, സമുദ്രം ഒരു കുപ്പക്കൂനയാക്കി മാറ്റുന്ന അവസ്ഥകൾ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ജ്ഞാനവും ബുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും നേതാക്കന്മാർക്കും ജനങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ആശീർവാദ ശക്തിയും വരപ്രസാദങ്ങളും നൽകിയിരിക്കുന്നത് സഭയ്ക്ക്. ഈ പൊതു നന്മ നമ്മുടെ എല്ലാവരുടെയും ഒരു റഫറൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. പൊതു നന്മ. നമ്മൾ ഏറ്റവും കുറവ് പൊതു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് തോന്നുന്നത്. മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് പൊതു നന്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന, അതെങ്ങനെ വന്നു എന്നറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിമർശിക്കുന്നത് ന്യായമായ കാര്യവുമല്ല. പക്ഷേ പൊതു നന്മയെക്കുറിച്ചുള്ള ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് എന്താ കാരണം? ദൈവം ഓരോരുത്തർക്കും കഴിവ് നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ വയറിനും വേണ്ടി മാത്രമല്ല. read it again. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:7 ഓരോരുത്തരിലും വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയാലും മറ്റ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതൽ വേണം. ഇതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. കരുതലിൻ്റെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ. ഇപ്പം കാരുണ്യ പ്രവൃത്തികൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഷൈജ എന്നും പറഞ്ഞൊരു ഷൈജു വടുതല അങ്ങനെ ഒരു മോളോട് സാക്ഷ്യം പറഞ്ഞാൽ, അവിടെ സാക്ഷ്യം കേട്ട് ഞാൻ ചിരിച്ചുപോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഉടമ്പടി എടുത്തിട്ട് അവർക്ക് ഒരു ചീനവലമുണ്ട്. ഇപ്പം ഈ 4 കാല് കഴിച്ച് കായലിലേക്ക് കെട്ടിത്താത്തുന്ന വലയില്ലേ, കൊച്ചിയിലൊക്കെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പള്ളിത്തോട്ടിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ കായലിലൊക്കെ കാണാം. ഇപ്പം ചീനവലി രാത്രി മുഴുവൻ ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയാണത്. ഞാൻ പണ്ട് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചീനയുടെ തട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരനായിട്ട്. അപ്പോൾ രാത്രി മുഴുവനും വല വലിക്കുമ്പോൾ കുറച്ച് വലയും കിട്ടും. 2-3 കിലോ ചെമ്മീൻ കിട്ടുന്ന ദിവസമുണ്ട്. പക്ഷെ ഉറക്കനിപ്പ് അതിൻ്റെ ഇരട്ടിയാണ്. അത്രയും നമ്മളൊക്കെ സിമ്പിളാണ്. നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓർക്കണേ, അതിന് ഉറക്കം നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടണില്ല. എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ സമർപ്പിച്ചോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തെ കൊണ്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പോഴേ ഇവിടെ ഉടമ്പടി എടുത്ത് കാശുരൂപം കൊണ്ടുപോയി ചീന വല കെട്ടി. അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യം വെച്ചാൽ ഇപ്പം കെട്ടിയിട്ട് 6 മാസമായി, ഇന്ന് വരെ അതായത് മത്സ്യം ഒഴിയണില്ല. സമൃദ്ധമായി രാത്രിയും പകലും ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രയോഗമാണ് ശൈലജ ഷൈജു ചെയ്തിരിക്കുന്നത്. അവള് അത് ഞങ്ങളെങ്ങനെയാണ് അത് ചെയ്യണത്? അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു, ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ്. ആ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ പവർ, രക്ഷ. ഇപ്പം രക്ഷ പ്രാപിക്കണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ. അതായത് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോടെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആരാണ്? അതായത് ശമൂവേൽ പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? ഉണ്ണീശോയെ കൈ കൊടുത്തപ്പോഴാണ് ശമൂവേൽ പറയണത് എന്താണിത്? പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് അക്രൈസ്തവരായ സഹോദരങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇടിവെട്ട് സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്താ കാര്യം? ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന. ശമൂവേൽ കണ്ടത് ആരെയാണ്? ആരെ കണ്ടത്? ഈശോനെ. അപ്പൊ രക്ഷ ആരാണ്? ഈശോ. അപ്പൊ ഈ ഈശോയെ നമ്മൾ ഈശോ ബേസിക്കലായിട്ട് ആരാണ്? 1 കൊരിന്ത്യർ 1:24 എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്താണ് ഈ ജ്ഞാനം കിട്ടിയത്? ഹൗ ടു ഡു ഇറ്റ്, അതിൻ്റെ നോ ഹൗ, അതാണ് ജ്ഞാനം. അത് പ്രയോഗത്തിൽ വരുന്നതാണ് ശക്തി. അപ്പം ഇതെങ്ങനെയാണ് യേശുക്രിസ്തുവിന് ശക്തി ജ്ഞാനം കിട്ടിയത്? അത് അറിയണമെങ്കിൽ നമ്മുടെ ദാനിയേൽ 2:20 ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. ഇപ്പൊ ദൈവം തൻ്റെ സാന്നിധ്യം നൽകണത് എന്ത് പ്രതീകത്തിലാണ്? നാമം എന്ന പ്രതീകത്തിലാണ്. പേര്. ഇത് വളരെ സീരിയസ് വിഷയമാണ്, നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. അതായത് ദൈവം തൻ്റെ ശക്തി, ജ്ഞാനം അത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥിതി എന്താണ്? നാമമാണ്. നാമം, പേര്. ആ പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ജ്ഞാനവും ശക്തിയും, സിദ്ധാന്തവും പ്രയോഗവും, ഒരു കാര്യം എങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ജ്ഞാനവും നമുക്ക് ഇപ്പം യേശുവിൻ്റെ നാമം, യേശു നമ്മളിൽ സംലഭ്യമാകണത് എന്തിൻ്റെ പേരിലാണ്? നാമമായിട്ടാണ്. നാമം. ഇപ്പം 4:12 നടപടി പുസ്തകം. സ്തുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവായ ക്രിസ്തുവിന്റെ നാമം ഒഴികെ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി there is no other name is given. the name, അതായത് വേറെ നാമവും നൽകപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം. ഈ ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നമ്മൾ എന്തു ചെയ്യും? ഗ്ലോറിഫൈ ചെയ്യും. ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ നാമത്തെ
അതിൽ നിന്ന് പവർ അടിക്കാൻ, ആ നാമത്തിൽ നിന്ന് ജ്ഞാനം നമുക്ക് ലഭിക്കാൻ, രണ്ട് കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് പവർ, ശക്തി. രണ്ടാമത്തെ എന്താണ്? ജ്ഞാനം, ഹൗ ടു ഡു ഇറ്റ്. അതിൻ്റെ നോ ഹൗ, ജ്ഞാനസൂത്രം ഉണ്ടാ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ഈ നാമത്തിൽ നിന്നാണ്. അപ്പോൾ നാമത്തെ നമ്മൾ എന്താ ചെയ്യണത്? സാധാരണ നാമത്തെ എന്താ ചെയ്യണത്? ദൈവം ശക്തിയിലും ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ നാമത്തിലാണ്. അപ്പോൾ നാമത്തെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. യോഹന്നാൻ 17:1. യോഹന്നാൻ 17:1. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പറഞ്ഞ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 12 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യോഹന്നാൻ 12:28. യോഹന്നാൻ 12:28. പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും, ഇനിയും മഹത്വപ്പെടുത്തും. ഇതാണ് സംഭവം. അതായത് ഇതിൻ്റെ ഒരു എന്താണ്, ബൈബിളിൻ്റെ ഒരു സാങ്കേതിക വിദ്യയാണ് പറയണത്. അത് നമ്മളുടെ മുമ്പിൽ ഉള്ള ഒരു ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നപ്ഷലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിതാവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ളത് എവിടെയാണ്? ഉടമ്പടിയിലാണ്. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെഫി എന്താ ചെയ്തത്? സ്റ്റെഫിയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ കുട്ടി എന്ത് പറ്റി? അതിനെ അവൾക്ക് സ്റ്റെഫിക്ക് വയറ്റും മുഴ, പിന്നെന്താണ്, ഗർഭസ്ഥ ശിശുവിൻ്റെ തലയടകത്ത് മുഴ, ഹൃദയത്തിൽ മുഴ. അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാമല്ലോ. അവളെന്താ ചെയ്തിരിക്കണത്? അവളവിടെ, അതായത് ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു അബോർട്ട് ഇറ്റ്. പക്ഷേ സ്റ്റെഫി അബോർട്ട് ചെയ്യാൻ തയ്യാറല്ല. എന്താ കാര്യം? അവളെ ദൈവത്തെ ആശ്രയിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി, പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, മഹത്വപ്പെടുത്തണമേ. മഹത്വപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യണത്? മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? നമുക്ക് ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ സുവിശേഷം സാക്ഷ്യമായിട്ട് ജീവിക്കുമ്പോഴോ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ബേസിക്കലായിട്ട് യു ആർ ഗ്ലോറിഫൈങ് ദ നെയിം ഓഫ് ജീസസ്, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെയാണ് മഹത്വപ്പെടുത്തണത്? 17:4 എടുത്ത യോഹന്നാൻ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് അവരെ തടവിൽ സ്നേഹിച്ച് നിർത്തുന്നത്. എന്താണ്? ഞാനവരോട് പറയും, ഇത് കർത്താവ് കൽപ്പിച്ചിരിക്കണ വരെ നീ അവൻ്റെ നിന്നെ ഏൽപ്പിച്ച ജോലി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം. ഞാൻ നിനക്ക് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറയും. അഭിഷേകമായിട്ട് ശക്തി കൊടുക്കും. ചിലപ്പോൾ കുട്ടിക്ക് ചില കുട്ടികൾ, ചില ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യമുണ്ട്. പക്ഷേ ചില കുഞ്ഞുങ്ങളെ സുഖപ്പെടാത്ത സാക്ഷ്യമുണ്ട്. അപ്പോഴേ അതിന് പകരം എന്താ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്? ശക്തി കിട്ടും. എന്തിനാണ്? 17:4 അനുസരിച്ചുകൊണ്ട്. അതായത് ഈ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ദൈവം
ചെയ്യുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന മുടക്കിക്കളയരുത്. മനസ്സിലായോ? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. അതാണ് 13:7 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 13:7 യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. അപ്പൊ നമ്മളുമായിട്ട് യേശു ഇപ്പോഴുള്ള ഒരു ജീവിതത്തിൽ തീരുകയില്ല. ഒരു IELTS പാസ്സായി ജീവിതം ക്ലോസ് ചെയ്യാൻ പോകണില്ല. ഒരു പിന്നീടുണ്ട്. ഇതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവായിട്ട് ഇടപാട് വെക്കാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ഒരു ഇപ്പോഴും ഉണ്ട്, ഒരു പിന്നീടും ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ഇപ്പോഴല്ലേ ഉള്ളു എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളുടെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. പ്രലോഭമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ചിലർക്ക് വരുന്ന മണ്ടത്തരം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ആൾക്ക് പെരുന്നാളിനൊക്കെ വളയം എറിയാൻ പോകില്ലേ? ആദ്യത്തെ വളയം എറിയുമ്പോൾ മേശ തട്ടിപ്പോവും, രണ്ടാമത്തെ തട്ടിപ്പോവും. അപ്പോൾ ചില ആൾക്കാർ കളി അവിടെ വെച്ച് നിർത്തി. എനിക്ക് കഴിയല്ല, എന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടില്ല വളയം എറിയിച്ചത്, അതെല്ലാം മേശ തട്ടി താഴെ പോയില്ല, ഒരു സോപ്പ് പെട്ടി പോലും കിട്ടിയില്ല. ഇങ്ങനെ വളയം എറിയാൻ വേണ്ടി ചില ആൾക്കാർ മുടമ്പടി എടുത്ത് നടക്കുന്നുണ്ട്. എന്തൊരു കഷ്ടം. അവർ 2-3 നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ കട്ടയും പടയും മടക്കും. അതേ നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇപ്പം നമ്മൾ ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന എല്ലാ വചനങ്ങൾക്കും ഒരു പ്രസൻറ്റ് ടെൻസും ഉണ്ട്, ഒരു ഫ്യൂച്ചറുമുണ്ട്. ഫ്യൂച്ചർ അതായത് ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. നിങ്ങളൊരു മനുഷ്യനോട് ഇടപെട്ടെങ്കിൽ നിങ്ങളെ ഇന്ന് കാണുന്നു, ചിലപ്പോൾ നാളെ കാണത്തില്ല. ഇപ്പം തരാമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ മേടിച്ചോ, ചിലപ്പോൾ ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. ഇല്ല, ഇപ്പം നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞല്ലേ അച്ഛൻ, അപ്പോൾ ഉടനെ വീട്ടിൽ വന്ന് പറഞ്ഞ് അച്ഛൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ്, അപ്പോഴും ഉടനെ മേടിക്കുക, എടി കയ്യോടെ മേടിച്ചു ആ അച്ഛന്. അപ്പോൾ അച്ഛന് എത്ര വയസ്സുണ്ടെടി? അച്ഛന് 10, 65, 70 വയസ്സുണ്ട്. അവൻ്റെ അമ്മോ മിക്കവാറും തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ മനുഷ്യന്മാരോട് ഇടപെടുന്നത്. എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ കയ്യോടെ മേടിക്കാൻ പറയും, അല്ലെങ്കിൽ ആളപ്പിനെ കാണത്തില്ല. പക്ഷെ ദൈവത്തോട് ഇടപെടുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രെയർ ഫ്ലോപ്പായെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രെയർ ഫ്ലോപ്പാകത്തില്ല, അൺആൻസേർഡ് ആകും. അൺആൻസേർഡ് പ്രെയറുണ്ട്, സൈലൻ്റ് ആൻസറുണ്ട്. ഇപ്പം സൈലൻ്റ് ആൻസർ കാര്യം ഇത് ഭയങ്കര ക്ലെവർ ബിസിനസ്സാണ്. ബുദ്ധിപരമായി ഈ തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയായി തുടരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ഒരു ആഴ്ച വിശ്വാസിയായി പോകും. ആഴ്ച ചിട്ടിയെന്ന് പറഞ്ഞ ആഴ്ച വിശ്വാസി തീർന്ന്. ഒരു കരിമരുന്നിനുള്ള ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ച് ഉടമ്പടി ചെയ്ത് പിന്നെ അത് വർക്കൗട്ട് ചെയ്തില്ല, ഈ ആൾ അവിടെ വെച്ച് കട്ടയമ്പടവും മടക്കി അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്നും പടാപടാന്ന് കാണാത്തതിൻ്റെ കാരണം എന്താണ്? കാര്യം ഇതുപോലെ അലപലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ചുള്ള കാച്ചാണ്. ചില ആൾക്കാരെ പറയത്തില്ലേ, ഒന്ന് അകപ്പാട് ഇതുകൊണ്ട് മിന്നിച്ചേക്കണമെന്ന് പറഞ്ഞ പോലെ ഒറ്റ ഉടമ്പടി കൊണ്ട് മിന്നിയില്ലെങ്കിൽ ആൾക്കാർ വണ്ടി വിട്ട് പോകും. അങ്ങനെ പോകുന്ന ഈ ടെമ്പററി ഫെയ്ത്തുള്ള ആൾക്കാരെ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? അതാണ്. പിന്നെ വിഷയം സീരിയസ് ആയിട്ട് കാണും. അതുകൊണ്ടാണ് രേഖ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രേഖ കാണിക്കണം നിങ്ങൾ പറയുന്ന കാര്യം. ചിലപ്പോൾ ആൾക്കാരെന്താ വെച്ചാൽ പലരും പണ്ടൊക്കെ എന്നെ ഒത്തിരി പറ്റിക്കും. ഭയങ്കര നിലവിളിച്ച് കരഞ്ഞ് ഭയങ്കര നാടകത്തിനും സിനിമയിലൊക്കെ വീട്ടിൽ അഭിനയിക്കാനേക്കാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരില്ലേ, അവരിങ്ങനെ പദം പറഞ്ഞൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ പിന്നെ ഈ ഉടമ്പടിയിൽ ആൾക്കാരെ കാണത്തില്ല. ഉടമ്പടി എടുക്കാൻ തന്നെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് 3-4 പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് നീ ഉടമ്പടി എടുത്ത് ഇന്ന് കാണും. വിഷയം സീരിയസ് ആയാൽ മതി. അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണമെന്നേ ഉള്ളൂ. അപ്പം സത്യസന്ധമായിരിക്കണം. ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തോടാണ് നിങ്ങൾ ഇടപാട് ചെയ്യണതെന്ന് ഉടമ്പടിയുടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് ഉണ്ടായാൽ, ഞാൻ അതുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് പറയേണ്ടത്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് പകുതി ആൾക്കാർ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. മുഖത്ത് നോക്കി പറയും, അവർ തോക്കത്തില്ലേ? അതല്ല, ഞാൻ 1-2 പേർ തോറ്റാൽ
അവർ പൊട്ടന്മാരാകരുത്. കാര്യം കർത്താവിനൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യോപാപി വിശ്വാസികളുണ്ടല്ലോ, അയ്യോപാപി വെച്ചാൽ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം ദൈവത്തിനെ സമീപിക്കുന്ന ആൾക്കാർ, അവർ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു മുന്നറിവ് കൊടുക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ഒരു ബ്ലഫ്നെസ് കൊണ്ട്, ബ്ലണ്ടർ കൊണ്ട് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രാർത്ഥന മുടക്കുകയോ പരിത്യാഗം മുടക്കുകയോ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാരുണ്യപ്രവൃത്തി മുടക്കണ ഒരു ഊണിൻ്റെ കാശ് ചിലപ്പോൾ ലാഭമാകാം, പക്ഷേ 1000 ഊണിൻ്റെ കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്ന് ബ്രാൻഡഡ് ആവും. അതാ പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ല, അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേര് നിങ്ങൾ ഉടമ്പടി ഉഴപ്പി കാരുണ്യപ്രവൃത്തി നിർത്തി വെച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം? ഒരു 5 ഊണിൻ്റെ ലാഭം കാരുണ്യപ്രവൃത്തി ചെയ്തില്ല. പക്ഷേ എന്താ പ്രോബ്ലം? ഒരു 50,000 ഊണിൻ്റെ നഷ്ടം വരാൻ പോകുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്നുള്ളത്, കാപട്യം കൊണ്ട് നടക്കുകയാണ് വയറ്റിപ്പഴപ്പിനെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടി. എന്താ കാര്യം? ഈ സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ നീ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പിടികൊടുത്തില്ലേ? പിടികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ നീ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും ദൈവം ഏൽക്കത്തില്ല. കാരണം യു ആർ ബ്രാൻഡഡ് ആസ് എ ഫ്രോഡ്. നിങ്ങൾ പക്ക ഫ്രോഡായിട്ട് നമ്പേഡ് ഫ്രോഡിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻ്റലിജൻ്റാണ്. ഈ വിശ്വാസം വിനിമയം ബുദ്ധിപരമായ നടപടിയാണ്. നാളെ കാര്യം നമുക്ക് പണി വരുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത്. ക്ലിയർ അല്ലേ ഞാൻ പറയണത്? ഇത് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അങ്ങനെ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആയില്ലെങ്കിലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സ്റ്റെഫ് കണ്ട ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്ത് നിൻ്റെ വയറ്റ് മുഴയല്ലേ, കൊച്ചിൻ്റെ ചങ്കിൽ മുഴയല്ലേ, കൊച്ചിൻ്റെ തലേ മുഴയല്ലേ, ഈ കൊച്ചിനെ കിട്ടിയിട്ടെന്ത് കാര്യം? അങ്ങനെ ഡോക്ടർ ചോദിച്ചത്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? പക്ഷേ സ്റ്റെഫി പറയും ഈ കൊച്ചിനെ കർത്താവ് എനിക്ക് തരും. അവളെന്താ ചെയ്തിരിക്കേണ്ടത്? അവൾ ഉടമ്പടി തൈലമെടുത്ത് വയറ്റേ പുരട്ടും. മരുന്നവിടെ തോറ്റില്ലേ? ഉടമ്പടി തൈലമെടുത്ത് വയറ്റേ പുരട്ടും. വയറ്റേ എല്ലാ ദിവസവും പുരട്ടും. ഉടമ്പടി തൈലം തീരുമ്പോൾ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും വയറ്റേ പുരട്ടും. വയറ്റേ ആ 2ാമത്തെ മാസം തൊട്ട് 10ാമത്തെ മാസം വരെ ഉടമ്പടി തൈലം വയറ്റേ പുരട്ടുകയാണ്. എത്ര കുപ്പി ഉടമ്പടി തൈലമുള്ള പുരട്ടി കാണാം. എന്നിട്ട് എന്താണ് അമ്മ ചെയ്തിരിക്കണത്? അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഈസിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മുഴയുമില്ല. അവളുടെ മുഴയും പോയി, കുഞ്ഞിൻ്റെ ചങ്കിലെ മുഴ പോയി, കുഞ്ഞിൻ്റെ തലയിലെ മുഴ പോയി, ഒരു മുഴയുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് പക്ഷേ സ്റ്റെഫിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെഫി ഒരു ഫ്രോഡായിരുന്നെങ്കിലേ ഈ വിജയിക്കത്തില്ല. കാര്യം എന്താണ്? സ്റ്റെഫിയുടെ ഹിസ്റ്ററി ഉണ്ട്. നമുക്കെല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ആയിരിക്കണ കാലത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടർ തന്നെ ചിലപ്പോൾ ഗൈനക്കും ആയിരിക്കും, ചിലപ്പോൾ പീഡിയാട്രിസ്റ്റും ആയിരിക്കും. ആ ഡോക്ടറിനെ തന്നെ നമ്മൾ കുഞ്ഞുള്ള കാലത്തെല്ലാം കണ്ട് കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ നമ്മുടെ എന്തുണ്ടാകും? ഒരു ഡയറി ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയ ഡയറിയും കൊണ്ടാണ് ചിലർ നടത്തുന്നത്. ആ കുഞ്ഞിന് വേണ്ടി പ്രഗ്നൻ്റ് ആയിരുന്ന ആദ്യത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്യണ തൊട്ട് എടുത്ത ഡോക്ടർ പിന്നീട് ആ 6 വയസ്സാകുന്നവരെ എടുത്തിട്ടുള്ള ഗൈനക്കിൽ നിന്ന് പീഡിയാട്രിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടാകും ആ കൊച്ചിന് ചെയ്ത മരുന്നുകളെല്ലാം കൂടി അല്ലേ? അപ്പം അതുപോലെ തന്നെ അതുപോലെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാകും ദൈവത്തിൻ്റെ കയ്യിൽ. എന്താ കാര്യം? സ്റ്റെഫിക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അവൾ ആദ്യം ഒരു വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിന് ഡോക്ടർ പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവം, ഇനി അതാണ് എനിക്ക് തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് പറയും. അതാണ് വിഷയം. ഇനി അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ വളർത്തും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണത്. വിശ്വാസത്തിൻ്റെ പ്രൈമറി സ്കൂളല്ല, ഇത് ഉയർന്ന സ്കൂളാണ്. വിശ്വാസം വളരും തോറും അതിൻ്റെ നിലപാടുകളും നടപടിക്രമങ്ങളൊക്കെ വളരും. ഇതിങ്ങനെ വന്നിട്ട് നമുക്കറിയാമല്ലോ, ഇവരെല്ലാം ഉടമ്പടി ഒരു ജീവിതക്രമമായിട്ട് ദൈവത്തെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്
അവർ അനുഭവിച്ച് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എന്റെ വേദനകൾ സൗഖ്യമാകണമേ. യേശുനാമമേ ആശ്രയം, ആശ്രയത്തിന്റെ ആശ്വാസം. എന്റെ വേദനകൾ സൗഖ്യമാകണമേ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവ് വലിയ ഈ ധ്യാനം നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം യൂട്യൂബിൽ കൂടണേ. കാര്യം നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താത്ത ദൈവിക രഹസ്യങ്ങൾ ഇതിലുണ്ട്. ആ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോർത്ത് നോക്കണം, കേട്ടിട്ട് ബോധപൂർവം പഠിക്കണം. എങ്ങനെ ഒരു ദൈവം എങ്ങനെയാണ് സ്ഥിതി ചെയ്യണത്? ദൈവം നാമത്തിലാണ്. നാമത്തിൽ എന്തെല്ലാം ഉണ്ട്? ജ്ഞാനവും ശക്തിയും ഉണ്ട്. ഈ ശക്തിയും നാമവും ഈ ശക്തി നമ്മളിലേക്ക് എങ്ങനെ വരണത്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ. ദൈവത്തിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും? ദൈവം ഏൽപ്പിച്ച ജോലി വചനത്തിൽ പൂർത്തിയാക്കുമ്പോഴും വചനത്തിൽ നിലനിൽക്കുമ്പോഴും. വചനത്തിൽ എങ്ങനെ നിലനിൽക്കും? അത് വാക്കുകൊണ്ടല്ല, അത് പ്രവൃത്തി കൊണ്ടാണ്. ഉടമ്പടി ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. നമ്മളിപ്പോഴേ നമ്മുടെ ജീവിത അവസ്ഥകൾ ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് സ്വകാര്യ ഭാഗം ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കാണിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവിന് അങ്ങനെയുള്ള വ്യക്തികളെ, അതായത് പ്രൈവറ്റ് ഭാഗങ്ങളിലെ ഗുരുതരമായ മാരകരോഗമുള്ളവരെ കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ സ്വകാര്യ ഭാഗങ്ങളിലുള്ള ക്യാൻസർ രോഗങ്ങളും മാരക രോഗങ്ങളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കൊണ്ട് ഈശോ പൂർണ്ണമായി അമ്മയുടെ മാധ്യസ്ഥത്തിൽ സൗഖ്യപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ. ഒരുമിച്ച് തള്ളവിരലിലെ ഒരു പരുവ് പോലെ വന്നു. അപ്പോൾ അതൊരു കുരുവാണെന്ന് വിചാരിച്ചു. അത് നമ്മൾ പൊട്ടിച്ചൊക്കെ കളഞ്ഞു, പുറത്തു, പിന്നെയും പഴുത്തു, പിന്നെ അത് വലുതായി. ഇപ്പം തള്ളവിരലിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെ അത്രയും പഴുത്തിരിക്കുകയാണ്. അത് കുരുവല്ല, ഒരു ഗുരുതരമായ രോഗമാണ്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന
രോഗസൗഖ്യത്തിന് നന്ദി പറയുന്നു. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. മക്കളെ, ഓൺലൈനുള്ളവരും തീർത്ഥാടനത്തിലുള്ളവരും സന്തോഷത്തോടെ നിൽക്കാൻ കർത്താവ് പറയുന്ന, ഓൺലൈനുള്ളവരും തീർത്ഥാടനത്തിലുള്ളവർ ഇപ്പോഴും ഈശോ കാണിക്കുന്നത് മൂക്കിൻ്റെ വലതുവശത്ത് ഉള്ളിൽ ദശ വളരുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. അതുപോലെ ദശ വളരുന്നവർ, സിസ്റ്റുള്ളവരൊക്കെ ആ ശരീരഭാഗത്ത് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, എൻ്റെ കൈയല്ല, എൻ്റെ കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന മരണത്തെ ജയിച്ച കൈകളാണ് ഞാൻ ഈ പരുവിന് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, ക്രിസ്തുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നിൽ നിറയണമേ നാഥേ, സൗഖ്യം നൽകണമേ. അടുത്ത വരി പാടിക്കൊള്ളുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കർത്താവ് കാണിക്കുന്ന ഇപ്പോഴുള്ള ദർശനമുള്ള സമയത്തുള്ള രോഗങ്ങളിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണത്. ദർശനം തീരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന 2 രോഗങ്ങളാണ് ഈശോ കാണിക്കുന്നത്. ഒന്ന്, വലത് ബ്രസ്റ്റിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ആ ചിലപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരായിരിക്കാം. ആണുങ്ങളാണെങ്കിൽ വലത് നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സോറിയാസിസ് ഒക്കെ ഉണ്ടായിട്ട് തലയിലെ മുടിയെല്ലാം ഇങ്ങനെ തലയുടെ അകത്ത് ഈ പാടകളെ, മുടിച്ചുവട്ടിലെ തലയുടെ പാടകൾ പൊളിഞ്ഞിങ്ങനെ മലർന്നൊക്കെ ഇരിക്കുന്ന വിസർപ്പ രോഗികളെ കാണിക്കുന്നുണ്ട്. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തം, സ്വർഗീയ ഔഷധം വിസർപ്പ രോഗികളുടെ മേൽ ഉച്ചി മുതല് ഉള്ളംകാല് വരെ ദിവ്യ രക്തത്താൽ വിസർപ്പ രോഗികള്, ഹൃദയ രോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. സന്തോഷത്തോടെ, സ്നേഹത്തോടെ സൗഖ്യം നൽകണമേ, വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. ഇപ്പൊ കർത്താവ് മനസ്സിൽ തന്ന വചനം എന്താണെന്നറിയാവോ? സെന്റ് പീറ്ററിന്റെ വചനങ്ങളാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം, കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഔദാര്യമല്ല,
ദൈവത്തിൻ്റെ, മറ്റെന്താണ്? അവകാശമാണ്. അതാണ് സെന്റ് പീറ്റർ പറയണത്, അനുഗ്രഹം. പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പം ആ ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. അവകാശികളാണെങ്കിൽ ഇപ്പം നീ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അത് നിൻ്റെ കുഞ്ഞുങ്ങൾ നീ തന്നെ ജീവിക്കാനും. ഇപ്പം നിനക്ക് ജീവിത പങ്കാളിയില്ല, അത് നിൻ്റെ ജീവിത പങ്കാളി വഴക്കിട്ട് പോയിരിക്കുന്നു, അത് നിനക്കത് കേസ് കൊടുത്തിരിക്കുന്നു. പക്ഷെ നീ ജീവിത പങ്കാളിക്ക് അവകാശിയാണ്, അവകാശമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അത് അനുഗ്രഹമാണ്. നീ കുഞ്ഞുങ്ങളില്ല നിനക്ക്, പക്ഷെ അനുഗ്രഹം അട്ടേക്ക് വേടപ്പോഴും അനുഗ്രഹം അവകാശമാക്കാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇതൊരു ബോധ്യമാകണം നിങ്ങൾക്കൊരു ബോധ്യമാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി പിന്നെ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീടില്ല. ഇപ്പം ചിലർ എൻ്റെ അടുത്ത് എഴുതി തരും, അച്ഛാ വീടുമില്ല സ്ഥലവുമില്ല. എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത്? എഴുതി വീടില്ല സ്ഥലവുമില്ല. ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും. എന്താ കാര്യം? ഇത് രണ്ടും അമ്മയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് പറയും, മര്യാദയ്ക്ക് ജീവിച്ചോ, കർത്താവിൻ്റെ വചനം ജീവിച്ചോ, സുവിശേഷം ജീവിച്ചോ, കർത്താവിന് വേണ്ടി നോക്കിപ്പാർത്തോ, അവൻ ഏത് സമയത്തും അനുഗ്രഹമായി വരും. കാര്യം നിനക്ക് അവകാശമുണ്ട്. നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നിലയ്ക്ക് വിലക്ക് വാങ്ങിയവരാണ്. 1 കൊറിന്ത്യർ 6:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. 1 കൊറിന്തോസ് 6:20. 1 കൊറിന്ത്യർ 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആര് വിലക്ക് വാങ്ങി? നമ്മളെ ക്രിസ്തു വിലക്ക് വാങ്ങി. എങ്ങനെ വിലക്ക് വാങ്ങി? നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയണത്? നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന്, സന്തോഷത്തിന്, ജീവിതത്തിന്, നിലനിൽപ്പിന്, അതിജീവനത്തിന് വേണ്ടി ദൈവം ചെലവഴിച്ചത് എന്താണ്? പണമല്ല, അവൻ്റെ ഏകജാതനെയാണ്. ഏകജാതനയെ നൽകാൻ തക്ക വിധം അത് ചെലവഴിക്കാൻ കാരണം എന്താണ്? ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 നാഥാവരേണമേ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. എന്താ കാര്യം? അതായത് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ. 8:32 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ പക്ഷാപരത്തോടെ ഹല്ലേലൂയ 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 റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വചനങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾക്ക് നന്ദി പറയുന്നു. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ ഒരു സമസ്തവും എന്നുള്ള വാക്കുണ്ട്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ
അവനോടുകൂടെ സമസ്തവും. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഈഹത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നിനക്ക് എന്തും ചോദിക്കാൻ ദൈവത്തോട്. നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ. അല്ല, നിന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത്. നിൻ്റെ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് ജോലിയും വീടും വിവാഹവും നിത്യജീവൻ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത്. ധൈര്യമായിട്ട് അത് നിൻ്റെ അവകാശമാണെന്ന ബോധത്തിൽ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം. ശ്രദ്ധിക്കട്ടെ. നാമത്തിൽ കർത്താവേ, അങ്ങയുടെ മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ വരാത്ത അവസ്ഥകൾ, കർത്താവ് ഒഫലട്ട് വരാത്ത അവസ്ഥകൾ, പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകൾ, കർത്താവ് പരീക്ഷകൾ ജയിക്കാത്ത അവസ്ഥകൾ, വിവാഹത്തിൽ കർത്താവ് പിരിഞ്ഞ അവസ്ഥകൾ, ജീവിതങ്ങൾ കിട്ടാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പ്രമോഷൻ ഇല്ലാത്ത അവസ്ഥകൾ, കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ, വിശ്വാസ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് ഇപ്പൊ കണ്ണുനീരോടെ അങ്ങനെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുവോ ഇട്ടുനാളുമ്പോൾ കർത്താവേ, അങ്ങയുടെ അമ്മയുടെ അഭിഷേക ശക്തി അങ്ങയുടെ മക്കൾ മേലെ ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. രോഗികളായ എല്ലാ മക്കളെയും സ്പർശിച്ച് സുഖപ്പെടുത്തണമേ, സാക്ഷികളാക്കി വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക. വളരെ നിശബ്ദതയോടെ മൗനപ്രാർത്ഥനയുടെ സമയമാണ് ഇത്. വല്ലാത്തൊരു സമയമാണ്. ഇത്രയും നേരം നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴ് ആശീർവാദത്തിന് മുമ്പുള്ള ദൈവികമായൊരു നിമിഷമാണിത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മക്കളുടെ മേലെ, വിദൂരത്തുള്ള മക്കളെ, വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനെയും അമ്മനെയും കാണാൻ പറ്റാത്ത മക്കളുണ്ട്. അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വിസ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുള്ള ജയിലിലായിട്ടുള്ള മക്കളുണ്ട്. വിദേശങ്ങളിലൊക്കെ സ്വദേശങ്ങളിലായാലും ശരി. ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി അടിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പും വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്. ഇനി പുറപ്പെട്ടു പോയവരുണ്ട്. അപ്പന്മാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു. ഭർത്താവ് പുറപ്പെട്ടു പോയി, 22 വർഷമായി, ഒരു പിടിയുമില്ല. അപ്പൻ പുറപ്പെട്ടു പോയി, മക്കൾ പുറപ്പെട്ടു പോയി. അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രിയിൽ കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക. സാമ്പത്തികമായ കടങ്ങളാൽ വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട്. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ്റെ രക്തത്തിൻ്റെ ഈടുവെപ്പിനെ കുറിച്ച് നീ നിന്റെ മോചന ദ്രവ്യമായി നിന്നെ വീണ്ടെടുത്തതിൻ്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ആരാധനയിൽ വെളിപ്പെട്ട മേഖലകളിലെല്ലാം കർത്താവേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നിരച്ച് പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടിയതിന് നേരെ മലർത്തിയിട്ട് ഇനി അതിന് പോകാൻ പറ്റത്തില്ല. ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം.
കാര്യം ഇതിൻ്റെ സ്ലോ ആണത്. ഞാൻ വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും. കർത്താവിൻ്റെ വചനമായത് കാരണം ആ ആമയെപ്പോലെ നിരച്ചു വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള സൂചനയാണ് എൻ്റെ മനസ്സിൽ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കണത്. ഏറ്റവും സ്ലോ ആയിട്ടുള്ളത്. അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് 3 കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല, ആൾ ഇപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം. അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ ഓൺലൈനായാലും ഇവിടെയായാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുമാന മാർഗങ്ങളെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവിടെ കഴിവ് അത്രേ ഉള്ളതെന്നുണ്ട് കർത്താവെ, അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവെ അവരെ ചാരുകീറി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിൻ്റെ മേലെ, മക്കളുടെ മേലെ കർത്താവെ, ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. വരുമാന മാർഗങ്ങൾ തുറന്നു തരുന്ന സന്ദേശത്തിന് വീണ്ടും മൗനമായി പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ സൃഷ്ടി വളരുന്നവരെ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഞരമ്പ് ബ്ലോക്കായിരിക്കുന്നവരെ, സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവരെ, കാല് മരവിക്കുന്നവരെ, രോഗത്തിൻ്റെ പേടികളുള്ളവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തർക്കപ്പുരയുടെക്കാരെ പ്രാർത്ഥിക്കട്ടെ. വളരെ ഗുരുതരമായ രീതിയിൽ വാശിപ്പുറം നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതുകൊണ്ട് സഹായിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മനഃപൂർവ്വം സഹായിക്കാതെയും വഴിതരാതെയും തടഞ്ഞും ഒക്കെ നിങ്ങളെ പൊറുതി മുട്ടിച്ച് ശ്വാസം മുട്ടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നാവിനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. തളർന്നു പോയ ഒരു നാവ്, ഇനി സംസാരിക്കാൻ വാക്കില്ല, സംസാരിച്ചിട്ട് കാര്യവുമില്ല, ഇനി ഞാൻ സംസാരിച്ചത് നിർത്തി എന്ന് പറഞ്ഞിട്ട് നാക്ക് അകത്തിട്ട് തളർന്ന് കിടക്കുന്ന നാവ്, ഇനി കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രദ്ധിക്കട്ടെ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ സൗഖ്യം നൽകണമേ. അനീതി അനുഭവിക്കുന്നവരെ, ചിലരെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിരിഞ്ഞ് അവസാനം അവർ ഭർത്താവിന് കേസ് കൊടുക്കാതെ തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചിലവും വാങ്ങിച്ച് ഇവന് ഇപ്പോഴും ജീവിതവുമില്ല, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവൻ്റെ ജീവിതത്തിൽ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരോട് വല്ലാത്ത അനീതി കാണിക്കുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ അവർ കല്യാണം കഴിച്ച് 2 പെറ്റു, അവരവിടുന്ന് കൊച്ചിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. പിന്നെ അവർക്കെതിരെ കേസ് കൊടുത്തേക്ക്. ഒരു കാര്യമില്ല, അവർക്കിവിടെ നിന്ന് കൂടി താമസിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. എന്നാൽ ഇവന് അങ്ങോട്ട് താമസിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കത്തുമില്ല. പിന്നെ ഇവനെന്ത് ചെയ്യണം? ഇവൻ വെറുതെ കാശിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ATM യന്ത്രം പോലെ എല്ലാ മാസവും 10,000 20,000 രൂപ അയക്കണം.
അതുകൊണ്ട് ഇവന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇത് അനീതിയാണ്. അതുകൊണ്ട് അങ്ങനെ അനീതി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു മാറ്റിയ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ കർത്താവിൻ്റെ ശാപത്തിന് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥാനം വരും. ഇപ്പോൾ നിങ്ങൾ ജയിച്ചതായിട്ട് കാണപ്പെടുന്ന ഭാര്യയായാലും ഭർത്താവായാലും ഇപ്പം ജയിച്ചതായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ ജയിച്ചിട്ടില്ല എന്നാണ് ഈശോ പറയണത്. 15 കൊല്ലം മാത്രമേ നിങ്ങളുടെ ഈ ഇപ്പം കാണുന്ന ഈ ക്ഷുദ്രമായ വിജയം നിലനിൽക്കത്തുള്ളൂ. ദൈവനീതി നടത്തുമ്പോൾ നിങ്ങൾ താങ്ങത്തില്ല. അതുകൊണ്ട് അനുരഞ്ജനപ്പെടുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ആകപ്പടെ പോകുംവഴി. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ആരും മാതാപിതാക്കന്മാർ കൂട്ടു നിൽക്കരുത്. തെറ്റ് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവരാണ് വരുമാനമുള്ളത്, അവൻ്റെ തെറ്റ് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരല്ല, മക്കളുടെ ആൾക്കാരാണ്. അപ്പം നിത്യതയിൽ നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞതിൻ്റെ ബലമണങ്ങൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് ഈശോ പഠിപ്പിച്ചത്. അറിഞ്ഞുകൊണ്ട് വേണം ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപനാശീർവാദത്തിന് സമയമായി. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കൈകൾ കൂപ്പി കർത്താവ് തന്ന വചനങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം വാങ്ങിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇരിക്കുക. അറിയിപ്പുകൾ. ഒക്ടോബർ 22-ാം തീയതിയാണ്
മഹാജപമാല അഖണ്ഡ ജപമാല റാലി 5:30 മണിക്ക് രാവിലെ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്ക്. 11 മണിക്ക് അവിടെ എത്തും. 11 മണിക്ക് പരിശുദ്ധ കുർബാനയാണ്. കോഴിക്കോട് രൂപത അധ്യക്ഷൻ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് ചക്കാലക്കൽ തിരുമേനിയുടെ കുർബാനയാണ്. അതിനുശേഷം 1:30 മണിക്ക് കാഞ്ഞിരപ്പള്ളി മുൻ രൂപതാധ്യക്ഷൻ മാത്യു അറക്കൽ പിതാവിൻ്റെ ജപമാല സന്ദേശം. തുടർന്ന് മലങ്കര പത്തനംതിട്ട രൂപത സാമുവൽ ഇർണേസ് പിതാവിൻ്റെ പരിശുദ്ധ ദിവ്യബലി. അപ്പോൾ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ഉടമ്പടി കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് ഇവിടുന്ന് ഒത്തിരിയേറെ ജപമാലകൾ ആശ്രയിച്ച് കൊടുത്തിട്ടുണ്ട്. വന്ന് അവർ ഫോൺ വഴി ബന്ധപ്പെടുന്നു. 9447285400 ബന്ധപ്പെട്ടിട്ട് അവിടെ പേരും അഡ്രസ്സും എഴുതിയിട്ട് അവരതിൻ്റെ പണം അയച്ചിട്ട് നമ്മളിവിടുന്ന് കൊറിയറായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ആവശ്യപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും അവിടെ എല്ലാം ഉടമ്പടി കൂട്ടായ്മകളുണ്ട്. അവിടെ അവർക്ക് ആ ഉടമ്പടി കൂട്ടായ്മയിൽ നിലനിൽക്കാൻ വേണ്ടി 1000 മണിയുടെ മാതാവിൻ്റെ അഖണ്ഡ ജപമാലയാണ് വെഞ്ചരിച്ച് പോസ്റ്റിലയക്കുന്നത്. ചിലർ തൃശ്ശൂർക്കാരും ചാലക്കുടിക്കാരൊക്കെ ഇവിടെ വന്നാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി കൂട്ടായ്മകൾ എടുത്തവർ ആ നാട്ടിൽ കുറേ അധികം ഉണ്ടെങ്കിൽ 10 വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടമ്പടി അഖണ്ഡ ജപമാല ആരംഭിക്കാവുന്നതാണ്. ആ കൃപയിൽ നിലനിൽക്കാനും ഉടമ്പടി എടുത്ത നിയോഗങ്ങളെ നിവൃത്തിയാക്കി പെട്ടെന്ന് സാക്ഷ്യം പറയാനും ആ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. ഓഫീസുമായിട്ട് ഇവിടെ വരുന്നവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അല്ലാത്തൊരു അന്യ രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഉള്ള നിങ്ങൾ ജപമാല പ്രാർത്ഥനയുടെ ഒരു രഹസ്യം, സുരക്ഷിതമായിട്ട് ജപമാല റാലി നടക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. റാലിക്ക് വരുന്നവർ വെള്ളവും അപ്പവും ഒക്കെ കൊണ്ടുവരണം, നല്ലതാണ്. കഴിഞ്ഞ കൊല്ലം റാലിക്ക് വന്ന എല്ലാവരും വെള്ളം കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആരും തിരക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരണം. വഴിനീളെ വെള്ളം ഉണ്ടാവും. അവിടെയും ഞങ്ങൾ വെള്ളം കരുതും. കാര്യം 2.5 ലക്ഷം പേരില്ലേ, കഴിഞ്ഞ കൊല്ലം അത്ര ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ കൂടുതലേ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് വെള്ളം കരുതണം. വെള്ളം 2-3 ബണ്ണൊക്കെ കരുതണം കൊണ്ട് ഒരു തെറ്റുമില്ല. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്. എല്ലാ ദിവസവും സാക്ഷ്യം പറയാം. വെഴവും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണും. ഇന്നാണ് ഉടമ്പടി എടുത്തെങ്കിലും വിഷയം ഗുരുതരമാണെങ്കിൽ കാണും. രേഖ ഉണ്ടാകണം. രേഖയില്ലാത്ത ആരും ആൾക്കാരെ വരരുത് കേട്ടോ. കാര്യം ഒരു 500 പേര് ക്യൂ നിൽക്കുമ്പോഴാണ് ഞാൻ 180 പേര് വരെ കാണുന്നുണ്ട് ഒരു ദിവസം. അപ്പം അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ ഓഫീസിലുള്ളവർക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ രേഖ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് നിങ്ങളുടെ വിഷയം. ചിലർ ഒരു രേഖയും ഇല്ലാതെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പം അത് സീരിയസ് വിഷയമല്ല. ഞങ്ങൾ സീരിയസ് ആണെങ്കിൽ രേഖ ഉണ്ടാവും. അതിൻ്റെ വിഷയം അത് എപ്പം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.